everyone. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഗെറ്റ് റെഡി ചെയ്യാൻ പോവാണ്. അതെ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും ഇല്ല ചെയ്യുക. അപ്പോൾ ഇത് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. മേക്കപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെ മേക്കപ്പ് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ചുമ്മാ നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സ്കൂളൊക്കെ എന്നാണ് തുറക്കുന്നത് അല്ലേടി? സ്കൂള് അവിടെ ജോലിയൊന്നും ഇല്ലാതിരിക്കുവാണ്. നമ്മൾ പോയിട്ട് 2 മാസം ആവുന്നു. അതാണ് ഇതൊക്കെ തീരാറായി ഓൾമോസ്റ്റ്. നമുക്ക് ചെയ്യുന്ന അറിയത്തില്ല, ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ മേടിക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളാണെങ്കിൽ 2 മാസമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ജോലിയില്ല, സാലറി ഇല്ല, ഒന്നുമില്ല. കുറേ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? എന്നാലും വേറെ ജോലി നോക്കുന്നില്ല. അതാണ് പിന്നെ ഞങ്ങളൊരു പുതിയ ക്രീം മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണമെങ്കിൽ അതിനെക്കുറിച്ച് റിവ്യൂ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക അല്ലേ. വൈറ്റനിങ് ക്രീമാണ്. ഇവിടുന്ന് മേടിച്ചു, കുവൈറ്റിൽ നിന്ന് മേടിച്ചാണ്. നല്ലതാണ്. ഞാൻ 2 ദിവസം തേച്ചു, പിന്നെ ഞാനതങ്ങ് നിർത്തി. പിന്നെ ഞാനുണ്ട് ഈ കറുത്ത പാട്, പിന്നെ കയ്യിൽ ഇങ്ങനെ കുക്കറും കൊണ്ട് പൊള്ളിയൊരു പാടുണ്ട് ഇവിടെ. ഇത് പിന്നെ ഇത് നീ നിന്ന് തേച്ചോട്ടോ. പിന്നെ ഈ പാട് കണ്ടോ, ഇത് ഇവിടെ നഖം കുത്തി കയറിയത്. ഇതെല്ലാം പോകാൻ വേണ്ടി ഞാൻ തേക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, പാടുണ്ട്. ഇതൊക്കെ പോകാൻ വേണ്ടി ഞാൻ തേക്കുന്നത്. അല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ റിവ്യൂ ഇടാം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സ്കിൻ വൈറ്റനിങ് ക്രീമാണ്. ഞങ്ങൾക്ക് നല്ല മടിയായിരിക്കും സ്കൂള് തുറന്നു കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ വേണ്ടി അല്ലേ? പഠിച്ചോണ്ടിരുന്നപ്പോഴും മടിയായിരുന്നു, ജോലിക്ക് പോയപ്പോഴും മടി, എപ്പോഴും മടിയാ. അയ്യോ, അല്ലാതെ പൈസ കിട്ടുമോന്ന് നോക്കുവായിരുന്നു. അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ ജോലിക്ക് പോകണ്ടായിരുന്നു. ഏറ്റവും മടിയായിട്ടുള്ളൊരു 2 മാസം നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അവധി കിട്ടുന്നത് ഇവിടെ വന്നിട്ട്. എന്നിട്ട് സ്കൂൾ അടയ്ക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് സമ്മർ ക്യാമ്പ് അല്ലെ വിൻ്റർ ക്യാമ്പ് കാണും. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം അല്ലേ? അപ്പം നിനക്ക് ഏറ്റവും കൂടുതൽ നീ മിസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ഏതാണ്? ഓർക്കുന്നത് മിസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ അദ്നാനെ കുറിച്ച് 2 വാക്ക് പറ. എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും അലമ്പനാണ്. എൻ്റെ ചെവി പൊട്ടിച്ച് ചോര വരുത്തും, മൂക്ക് പൊട്ടിച്ച് ചോര വരുത്തുന്ന ഒരു അലമ്പൻ കുട്ടിയാണ്. പക്ഷെ എന്നാന്ന് അറിയത്തില്ല, എനിക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളടുത്ത് നല്ലൊരു അറ്റാച്ച്മെൻറ്റ്. ഇനിയിപ്പോൾ അവനെന്നെ മറന്നു കാണും, അതിന് ഞങ്ങളൊന്ന് കമ്പനി ആകാൻ കുറച്ച് താമസം എടുക്കുമായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഒരിക്കലും അവനെ മറക്കും. നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയാറില്ല, അലമ്പ് പിടിച്ച പിള്ളേരെയായിരിക്കും കൂടുതൽ അവർ ഓർത്തിരിക്കണം. അത് ശരിയാണ്, ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നിനക്ക് ഏതായിരിക്കും? എനിക്ക് മോശനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ അവൻ വന്നില്ലെങ്കിൽ എന്തൊരു മിസ്സിങ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തേലും അവൻ വഴക്ക് പിടിച്ചാലും എന്തൊക്കെ ചെയ്താലും തരുന്ന ആക്ടിവിറ്റി നല്ല ക്ലിയർ ആയിട്ട് ചെയ്യും. ആക്ടിവിറ്റി ചെയ്യും. നമ്മൾ എന്ത് കൊടുത്താലും അവൻ ആദ്യം ചെയ്യണം, പിന്നെ മറ്റാർക്കും കൊടുക്കത്തുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനില്ലെങ്കിൽ നല്ല ബോറാണ് ക്ലാസ്. പക്ഷെ അവനെ കൊണ്ടാണ് ഏറ്റവും ബുദ്ധിമുട്ടും. ഈ ഒരാളെ കൊണ്ടാണ് കഷ്ടപ്പെടുന്നത്, അവരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. പക്ഷെ എനിക്ക് അതിനൊക്കെയാണ്. കാരണം നല്ല സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. എല്ലാ പിള്ളേർക്കും ഭയങ്കര സ്നേഹം, അതാണ്. പിന്നെ മെയിനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ എന്തായാലും കാണും, ചെറുതല്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ട് കാണും. പക്ഷെ നല്ല സ്നേഹമുള്ള പിള്ളേരാ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അദ്നാന് പോലെ തന്നെ മോസനും, പിന്നെ എനിക്ക് മുഹമ്മദ് ബാക്കർ, ഇവനും എനിക്ക് ഇഷ്ടമാണ്. നിനക്ക് ഇസയല്ലേ? എനിക്കൊരു കൊച്ചുണ്ട്, ഇസ. ഭയങ്കര കാണാൻ നല്ല രസമാണ്, പക്ഷെ നല്ല രണ്ടുപേരും നല്ല അലമ്പാണ്, ഇസയും അദ്നാനും. പക്ഷെ നല്ല രസമാണ്. മെയിൻ താരങ്ങളാണ് ക്ലാസ്സിൽ ഈ 2 പേര്. ഇവളുടെ ക്ലാസ്സിലെ അദ്നാനും ഇസയും, എൻ്റെ ക്ലാസ്സിലെ മോസനും മുഹമ്മദ് ബാക്കറും. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയാം. നമുക്ക് ഇനിയിപ്പോൾ സമ്മർ വെക്കേഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പം നമ്മുടെ ക്ലാസ് ഒക്കെ അടച്ചിട്ട് ഫുൾ ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പിള്ളേർ തന്നെ വരും ക്യാമ്പിനും. പിന്നെ
പിന്നെ കുറച്ച് ഏജ്ഡ് ആയുള്ള കുറച്ച് പിള്ളേർ, അതൊരു 5th തൊട്ടുള്ള പിള്ളേർ വരും, 5th സ്റ്റാൻഡേർഡ് തൊട്ട് അങ്ങോട്ടേക്ക് വരും. പിന്നെ ഇവരെ കൊണ്ടൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ സ്കൂളിൽ പിന്നെ സ്വിമ്മിങ് ഉണ്ട്, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. പിന്നെ വാട്ടർ ഗെയിംസസ് ഒക്കെ കളിപ്പിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ക്യാമ്പിന്. അത് ഈവനിങ് ഒരു 8:30 വരെ ഉണ്ട്. സത്യം പറഞ്ഞാല് ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബോയ്സ് ഉണ്ട്, വലിയ പ്രായമുള്ള അല്ലേ, അവര് വലിയ പിള്ളേരെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ആ ഒരു അവരെ എന്റർടൈൻ ചെയ്യണം ആ ടൈമില്, അതൊരു ഭയങ്കര പാടാണ്. നമുക്ക് ആ ഒരു ലാംഗ്വേജ് പക്ഷെ നമ്മള് പ്രശ്നം ഉണ്ടായി കൊടുക്കുന്ന ടാസ്ക് അവർ പെട്ടെന്ന് തീർക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് ബോറടിച്ചാൽ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുമല്ല ടീച്ചർ സോ ബോറിങ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ബുദ്ധിമുട്ടാണ്. സമയത്ത് നമ്മുടെ ചെറിയ മക്കളോടൊക്കെ പറയുകയാണെങ്കിൽ അവർ ഓക്കെ ആയിരിക്കും. അതുമല്ല അവർക്ക് നമ്മൾ മലയാളം പറഞ്ഞ അവർക്ക് അറിയാം ചില കാര്യങ്ങൾ. ഒരു കൊച്ചാണെങ്കിൽ പറയുന്നത് പോ പോന്ന് പോ അങ്ങനെ പറയുന്നു. മറ്റേ ദലാലില്ലേ, ഭയങ്കര നമുക്ക് എന്തോ ഞങ്ങളോർത്ത് എന്നാ പറയുന്നത്. പിന്നെ പിന്നെ നമ്മൾ പറയുന്നതൊക്കെ അവർ ക്യാച്ച് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല ക്യൂട്ടാ. അതുമല്ല അവരുടെ ഞാനീസ് ഉണ്ടല്ലോ, അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ നമ്മളിങ്ങനെ 2 മാസം ഇരുന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ട്, പൈസ കാര്യത്തിൽ മാത്രം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ പറയുകയാണെങ്കിൽ അല്ലേ. വീട്ടുകാർക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു കാര്യം മാത്രം. ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഓക്കെയാണ്. അതുപോലെ നമ്മൾ ഡിസംബറിൽ വരാനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഈ ഡ്യൂട്ടി ഇല്ല, ക്യാഷ് ഇല്ലാതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ടിക്കറ്റ് എടുക്കണം, വരാനുള്ള ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യണം, നമ്മള് തന്നെ മുടക്കണം. അപ്പൊ നമ്മള് തെരഞ്ഞെടുത്ത ഒരു സംരംഭമാണ് ഈ ഒരു സ്കൂൾ. അതെ, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഞങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള പൈസ. പക്ഷെ നമ്മൾ ഈ വർഷം ഒരു കാര്യമുണ്ട്, ഈ വാരം കൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പിടികിട്ടി. നമ്മള് ഇപ്പോൾ ജോലി ഇവിടെ ആണ്, കുവൈറ്റിലാണ്, നോക്കുമ്പം പൈസ എല്ലാം ഉണ്ട്, അതുകൊണ്ടിരിക്കാൻ പാടില്ല അല്ലേ. നമ്മളെപ്പോഴും ഒരു സൈഡായിട്ട് ഒരു ബിസിനസ് കൊണ്ടുപോവാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. അതെ, പൈസ ഇല്ലാത്തവരുടെ കാര്യം കേട്ടോ പറയുന്നത്. ഫാമിലി പരമായിട്ട് നല്ല പൈസ ഉള്ളവരാണെങ്കിൽ ഓക്കെ. ഒരു മിഡിൽ ക്ലാസ്സുകാർക്ക് എപ്പോഴും ഒരു സൈഡ് ബിസിനസ് ഉള്ളൊരു നല്ലത് കാര്യം. നല്ല ബുദ്ധിമുട്ട്, നല്ല ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു വാറ് വന്നുകൊണ്ടാണ് മനസ്സിലായത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ജോലി തന്നെ ഓർത്തിരിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ ചാനല് ആൾക്കാർ ഒത്തിരി കുറ്റങ്ങൾ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവളമാരെന്നത് ഈ കാണിക്കുന്നത്, അയ്യേ നാണക്കേട്, പിന്നെ കളിയാക്കും, ഇതൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരും നമുക്ക് കൊണ്ട് പൈസ തരില്ല. നമുക്കിവിടെ വാറും കാര്യങ്ങളായ ജോലി ഇല്ലാതിരുന്ന ടൈമിൽ ഇവരൊന്നുമില്ല, ഇവരാരും നമ്മളെ തിരക്കിയിട്ടില്ല, നമുക്ക് പൈസ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടില്ല, നമ്മളെങ്ങനെ ഇവിടെ കഴിയുന്നൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു വഴി ചൂസ് ചെയ്യുക. അവർ കുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് കരുതി. പിന്നെ കളിയാക്കുന്നവർ എന്നാ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ ഒരു ശീലമായി കഴിയുമ്പോൾ ഓക്കെ ആയി. നമ്മള് ഒരു മാന്യമായിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത് അല്ലേ, കണ്ടന്റില് നല്ലേ ഉള്ളൂ. കാര്യമാണ്. പിന്നെ നമുക്കിതൊന്നും അറിയത്തൊന്നുമില്ല, ഫസ്റ്റ് ടൈം അല്ലേ. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആയി ശരിയായി അടിപൊളി ആവാതിരിക്കാം. മാഷാഅല്ലാഹ് അങ്ങനെ ആവട്ടെ. പിന്നെ നിങ്ങൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുക. എല്ലാവർക്കും ഓരോരോ പ്രോബ്ലംസ് ഒക്കെ കാണുമായിരിക്കും, എല്ലാം ശരിയാകും എന്ന് വിശ്വസിക്കാം. ശരിയാണല്ലോ, ഒരു ദിവസമെങ്കിലും ശരിയാവാതെ നമുക്ക്. അപ്പം ഞാൻ ഡ്രസ്സ് മാറി വന്നു. എൻ്റെ ആദ്യം ഒരു ട്രാൻസിഷൻ ചെയ്യണം. അപ്പം നമ്മൾ മേക്കപ്പ് ഇല്ലാതെയായിരുന്നു ചെയ്യേണ്ടത്, അതൊക്കെ ഞാൻ മറന്നുപോയി. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഡ്രസ്സ് പിന്നെ ഇട്ടിപ്പോണ്. അപ്പം നമുക്ക് ട്രാൻസിഷൻ വീഡിയോയിൽ വേറെ ഡ്രസ്സായിരുന്നു, പക്ഷേ അത് മറന്നുപോയി അല്ലേ, മണ്ടത്തരമായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുങ്ങുന്നും തോന്നുന്നില്ല, പഴയതുപോലെ തന്നെ. അതാണ് ഒരു കുഴപ്പം. അപ്പൊ ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ സ്കിൻ ഇച്ചിരി ബ്ലാക്കാ ശരിയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ ഇടണം. എനിക്കത് ഫിൽറ്റർ ഇടാതെ പറ്റുന്നില്ല. എന്നാന്ന് എനിക്കത് ഫിൽറ്റർ ഇടാതെ പറ്റുന്നില്ല എനിക്ക്.
നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ ഞാൻ പറ്റിക്കുമെന്ന് ഓർക്കരുത്. ബട്ട് ഞാൻ ഫിൽറ്റർ ഇടും. ഈ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു ആള് നമുക്ക് തന്നാണ്. നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കിട്ടി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ. അപ്പോ അങ്ങനെ അബയൊക്കെ തരും ഞങ്ങക്ക്. അപ്പോ അങ്ങനെ ഒരു നൈറ്റ് വെയർ ആണിത്. പക്ഷെ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര കുത്തിക്കൊണ്ടു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഹെയർ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനാണെങ്കിൽ കണ്ടത് മുഴുവനും മുടിയുള്ളവരെ. റെഡി മുടി വെട്ടണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി. പക്ഷെ എന്നാ ചെയ്യാൻ പറ്റും, ആൾക്കാരോട് പറയാൻ പറ്റുമോ? നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വെട്ടിയല്ലേ. എല്ലാവരും വെട്ടണ്ടെന്ന് പറഞ്ഞു, എന്നാലും നമ്മൾ വെട്ടി. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? ഇതൊരു വല്ലാത്തൊരു ചേഞ്ച് ആയിപ്പോയെന്ന് തോന്നുന്നു. എൻ്റെ മോശനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവനെ കാണാം, സ്കൂൾ തുറന്നുകൊണ്ട് അവനെ കാണാം. അവനാണെങ്കിൽ ഇനി അടുത്ത വർഷം എന്ന് പറയുമ്പോൾ വേറെ ക്ലാസ്സിലായിരിക്കും. അവനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് ഞാൻ ഒരു കൊച്ചിനെ മടി വെക്കുമ്പോഴത്തേക്ക് കൊച്ചിനെ കളഞ്ഞിട്ട് അവൻ കയറിയിരിക്കും. അവൻ എവിടെയാണോ അത് ഞാൻ പറഞ്ഞത്. ഒരു ചെറുക്ക വേറൊരു കുരുത്തക്കെട്ടവനുണ്ട്. അവനാണെങ്കിൽ എന്നെ ഒറ്റ അടി ഒരു ദിവസം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തില്ല, കാരണം ഇവരൊന്നും ചെയ്യാനോ വഴക്ക് പറയാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക്. അപ്പൊ എന്നെ അടിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഓടിപ്പോട്ട് അവരെ പിടിച്ചിട്ട് ഒറ്റ കുത്ത് നല്ലത് കൊടുത്തു. അപ്പൊ എനിക്ക് ഭയങ്കര നമുക്ക് വേണ്ടിട്ട് ഒരാളൊരു കാര്യം ചെയ്തപ്പോഴേ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. കാര്യങ്ങള് നമുക്ക് ലൈവ് കാണുമ്പോൾ എന്തൊരു സന്തോഷാന്നറിയാമോ? നമ്മളത് അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാ വിഷമങ്ങളും മാറും, എല്ലാം മാറും. അവരെ കാണുമ്പോഴും പിന്നെ അവരുടെ ഓരോരോ കുസൃതികളൊക്കെ കാണുമ്പം നമുക്ക് ഇഷ്ടപ്പെടും. പൊതുവെ പിള്ളേരൊന്നും എടുത്തിട്ടുമില്ല, അങ്ങനെയൊന്നും താല്പര്യമില്ലാത്തവർക്കും ആണെപ്പോലും ഇഷ്ടപ്പെടും.